നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോൺസർ ഇല്ലാതെ ദുബായിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു മറുചോദ്യം ഉണ്ടല്ലോ, സ്പോൺസറെ കൂട്ടിയാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? നിലവിൽ ബിസിനസ് ചെയ്യുന്നവരും ചോദിക്കുന്നുണ്ട്. കാരണം പഴയ കാലഘട്ടത്തിൽ സ്പോൺസർ വെച്ചിട്ട് ചെയ്ത ലൈസൻസുകൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യമുണ്ട്. അതോടൊപ്പം പുതിയതായി വരുന്ന ആളുകളും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ ഉത്തരം, നമുക്ക് സ്പോൺസർ വെച്ചാൽ ഒരുപാട് കമ്പനി അവിടെ ഫോം ചെയ്തു. ആ കമ്പനിയിൽ നമ്മൾ ഫോം ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു ലയബിലിറ്റീസ് വന്നു, കേസുകൾ വന്നു, വേസ്റ്റ് കേസ് സിനാരിയോ അങ്ങനെ സംഭവിച്ചുകൂടായില്ല. മനസ്സിലായി. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്, ഇബാദുർ റഹ്മാൻ എന്ന വ്യക്തി ഒറ്റയ്ക്കാണ് ലൈസൻസ് തുടങ്ങിയിരിക്കുന്നത്, ലോക്കൽ സ്പോൺസർ ഇല്ലെങ്കിൽ. ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു കമ്പനി തുടങ്ങി, ഒരു കോൺട്രാക്റ്റിംഗ് ആവാം, ഒരു ജനറൽ ട്രേഡിംഗ് ആവാം, സ്റ്റേഷനറി. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് കോൺട്രാക്ട് എടുക്കണം. നിങ്ങളൊരു ഇന്റീരിയർ ഡെക്കറേഷൻ കമ്പനി നടത്തുന്ന ഒരാളാണ്. നമുക്ക് ഈ ഗവൺമെന്റിന്റെ ഓഫീസിന്റെ വർക്കൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ വർക്ക് എടുക്കണമെന്ന് വേണ്ടി നമ്മൾ അപ്രോച്ച് ചെയ്യാണ്. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ റിയാസ് ബായുമായിട്ടുള്ള പ്ലേലിസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ദുബായിൽ ബിസിനസ്സോ, ദുബായിലെന്നല്ല GCCയിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കംപ്ലീറ്റ് ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്ലേലിസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ വീഡിയോസിനൊക്കെ തന്ന സപ്പോർട്ടിന് വളരെ വളരെ നന്ദി പറയുകയാണ്. റിയാസ് ബായെ നിങ്ങൾക്ക് ദുബായ് ബിസിനസ് റിലേഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യാവുന്ന നമ്പർ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. റിയാസ് ഭായ്, താങ്ക് യു സോ മച്ച്. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോൺസർ ഇല്ലാതെ ദുബായിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു മറുചോദ്യം ഉണ്ടല്ലോ, സ്പോൺസറെ കൂട്ടിയാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, വല്ല ലാഭമുണ്ടോ, ഞാൻ അറബി അല്ല വല്ല എഴുതി തരുമോ എന്നൊക്കെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് വരാൻ ഞാൻ എൻ്റെ ഭാഷയിലാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളെൻ്റെ പുലിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ? ഇവന് സ്പോൺസറെ കൂട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടോ? നല്ല ചോദ്യമാണ്. കാരണം ഒരുപാട് പേര് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിലവിൽ ബിസിനസ് ചെയ്യുന്നവരും ചോദിക്കുന്നുണ്ട്. കാരണം പഴയ കാലഘട്ടത്തിൽ സ്പോൺസർ വെച്ചിട്ട് ചെയ്ത ലൈസൻസുകൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യമുണ്ട്. അതോടൊപ്പം പുതിയതായി വരുന്ന ആളുകളും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ ഉത്തരം, നമുക്ക് സ്പോൺസർ വെച്ചാൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പക്ഷേ നിങ്ങൾക്ക് തീരുമാനിക്കാം വേണോ വേണ്ടെന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കേട്ടിട്ട് തീരുമാനിക്കാം നിങ്ങൾക്ക് വേണോ വേണ്ടെന്നുള്ളത്. ഈ UAE നാഷണലിൽ ഒരാൾ സ്പോൺസറായിട്ട് കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് എടുക്കുക എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് മാറും. ഒന്നാമത്തെ ഈസി അതാണ്. അതെ, ബാങ്ക് അക്കൗണ്ട് എടുക്കരുത്. കാരണം ഇപ്പോൾ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, കമ്പനി ട്രേഡ് ലൈസൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടും. ഇവൻ ഫ്രീ സോൺ ആയാലും മെയിൻലാൻഡ് ആയാലും അതെടുക്കാന്നുള്ളത് അത്ര വലിയ ഒരു ടാസ്ക് അല്ല. അത് എക്സ്റ്റേണൽ അപ്രൂവൽ ഇല്ലാത്ത ലൈസൻസുകളുടെ കാര്യം ഞാൻ പറയുന്നത്. പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ പ്രത്യേകിച്ച് ചില ലൈസൻസിനൊക്കെ ആൻറ്റി മണി ലോണ്ടറിങ് ഇഷ്യൂസൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു UAE നാഷണൽ ഉണ്ടാകുമ്പോൾ ബാങ്കിനൊരു വിശ്വാസത്തിലാണ് ഇതൊരു UAE നാഷണലും കൂടി ഉള്ള കമ്പനിയാണെന്നുണ്ട്. അത് വലിയൊരു ഒരു അഡ്വാൻറ്റേജ് ആണ്. ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് പറയാവുന്നത് ഒരു UAE ഒരു പേഴ്സൺ ഉണ്ട്, സ്പോൺസർ ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് പെട്ടെന്ന് ഈസിയാവും അല്ലേ. രണ്ടാമത്തത് ഞാൻ നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ എക്സ്റ്റേണൽ അപ്രൂവൽസ് ഉള്ള ലൈസൻസുകൾക്ക് പലപ്പോഴും അവർക്ക് പല ഡിപ്പാർട്ട്മെൻറ്റുകളും കയറി ഇറങ്ങേണ്ടി വരും. ഒരാൾക്ക് DCD, അതായത് ദുബായ് സിവിൽ ഡിഫൻസുമായി ബന്ധപ്പെട്ടിട്ട് ഫയർ ഫൈറ്റിംഗ് കമ്പനി തുടങ്ങണം. അതിന് ഒരു UAE നാഷണൽ വെക്കണമെന്ന് DCD റൂളുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. അദ്ദേഹം ഉണ്ടാകുമ്പോൾ വളരെ ഈസി ആയിട്ട് ആ കാര്യങ്ങൾക്ക് അദ്ദേഹം പോവുകയും അപ്രൂവലൊക്കെ എടുത്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ലോക്കൽ സ്പോൺസർ ആണെങ്കിൽ ഞങ്ങൾ അങ്ങനത്തെ ആളുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ തന്നെ വന്ന് അവർ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്രൂവൽസും കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ അവിടെ ഇരിക്കുന്ന എംപ്ലോയീസ് ആയിട്ട് UAE നാഷണൽസ് അല്ലേ, അവർക്ക് ഭയങ്കരമായിട്ട് അതെ ആ കമ്മ്യൂണിക്കേഷൻ കിട്ടും. മറ്റൊന്ന്, നമ്മുടെ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടു, ചെക്കുകൾ പിന്നെ ബൗൺസായി പല കമ്പനികൾ തന്നത്, അതുപോലെ പിന്നെ ഒരു സ്റ്റാഫ് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഇത്തരം സമയത്തൊക്കെ നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ കയറി ഇറങ്ങുമ്പോൾ ലീഗലായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ പോലീസിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ലോക്കൽ സ്പോൺസർ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ബലം തന്നെയായിരുന്നു UAE-ലുള്ള ആളുകൾക്ക്. നമ്മുടെ നാട്ടിൽ ചെല്ലുന്ന പോലെ തീർച്ചയായിട്ടും നമ്മുടെ അവരൊരു എനിക്ക് എൻ്റെ സ്പോൺസർ ഉണ്ട്, ഞാൻ പുള്ളിയെ വിളിച്ചോളാം. അപ്പോൾ സ്പോൺസർ പോകുന്നു, ആ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കണം. കാരണം ഒരുപാട് തിരക്കുകളുള്ള സ്പോൺസർ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടന്നില്ല എന്ന് വരാം. പക്ഷേ അത് ചെയ്തു കൊടുക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും. ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇയർലി ചെറിയൊരു പേയ്മെൻറ്റ് അവർക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട്. അടുത്ത വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മളൊരു കമ്പനി അവിടെ ഫോം ചെയ്തു. ആ കമ്പനിയിൽ നമ്മൾ ഫോം ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു ലയബിലിറ്റീസ് വന്നു, കേസുകൾ വന്നു,
വേസ്റ്റ് കേസ് സിനാരിയോ അങ്ങനെ സംഭവിച്ചുകൂടായില്ല. മനസ്സിലായി. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്, ഇബാദുർ റഹ്മാൻ എന്ന വ്യക്തി ഒറ്റയ്ക്കാണ് ലൈസൻസ് തുടങ്ങിയിരിക്കുന്നത്, ലോക്കൽ സ്പോൺസർ ഇല്ലെങ്കിൽ. നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ഒരുപാട് ലോണൊക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പല കാര്യങ്ങളും ഫെസിലിറ്റീസ് ഒക്കെ എടുക്കുമ്പോൾ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെ അതെ, വായിച്ചോ വായിക്കാതെയൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെന്റിൽ ഇന്ത്യയിലും ഈ കേസ് കൊണ്ടുപോകുന്നതായിട്ടൊക്കെ എഴുതിയിട്ട് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലും നമ്മളിപ്പം നാട് വിട്ട് ഇന്ത്യയിലേക്ക് വന്നാലും അങ്ങനെ ഒരുപാട് കേസുകൾ വാദിക്കുമെന്നുള്ള രൂപത്തിൽ. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ തന്നെ ദുബായിൽ നിന്ന് പണം പിന്നെ അടിച്ചു മാറ്റി വന്ന ആളെ തിരിച്ചയച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പലതരത്തിലും മീഡിയ അതിനെ പലതരത്തിലേക്ക് കവർ ചെയ്യാം. അപ്പോൾ നമുക്കൊരു സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യേണ്ട മാറ്ററാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു മാറ്ററിൽ നമുക്ക് വളരെ വലിയൊരു തടസ്സം വരും. കാരണം അവിടെ UAE നാഷണൽ ഉണ്ട്. അപ്പോൾ ജൂറിസ്ഡിക്ഷൻ മാറി. എൻ്റെ ലൈസൻസിൽ UAE നാഷണൽ പാർട്ട്ണർ ഉണ്ട്, എങ്ങനെയാണ് എൻ്റെ കേസ് ഇന്ത്യയിൽ നിലനിൽക്കുക എന്നുള്ള ചോദ്യം ഇവിടുത്തെ അഡ്വക്കേറ്റ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതായിരിക്കും വാദിക്കുക. അതുകൊണ്ട് തന്നെ UAE കേസ് ഇവിടെ നിലനിൽക്കില്ല, അത് അവിടെ തന്നെ നിലനിൽക്കും. അപ്പോൾ ജൂറിസ്ഡിക്ഷൻ അവിടെ ആക്കി മാറ്റുമെന്നുള്ളത് വലിയൊരു ഘടകമാണ്. മനസ്സിലായില്ല. പിന്നെ മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു കമ്പനി തുടങ്ങി, ഒരു കോൺട്രാക്റ്റിംഗ് ആവാം, ഒരു ജനറൽ ട്രേഡിംഗ് ആവാം, സ്റ്റേഷനറി. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് കോൺട്രാക്ട് എടുക്കണം. നിങ്ങളൊരു ഇന്ത്യൻ ഡെക്കറേഷൻ കമ്പനി നടത്തുന്ന ഒരാളാണ്. നമുക്ക് ഈ ഗവൺമെന്റിന്റെ ഓഫീസിന്റെ വർക്കൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ആ വർക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാണ്. അപ്പോൾ ജസ്റ്റ് ചിന്തിക്കുക, ഈ ഒരു UAE നാഷണൽ ലൈസൻസിൽ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഗവൺമെന്റിൽ വർക്ക് എടുക്കാനും ആ കമ്പനി കൊണ്ട് ലിസ്റ്റ് ചെയ്യാനും അദ്ദേഹം പോയി സംസാരിക്കാനും ഒക്കെ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഇവർ ലൈസൻസിലുണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന കുറേ ലൈസൻസുകളുണ്ട്, കുറേ ആക്ടിവിറ്റീസ്. നമുക്ക് വേറെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം, UAE നാഷണൽ നിർബന്ധമാക്കിയിട്ടുള്ള ലൈസൻസ് അവരുണ്ടെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ്. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. അങ്ങനെയുള്ള ലൈസൻസുകൾ എടുക്കാനും ഇവർ ഉപകാരപ്പെടും. പിന്നെ ഇതിന്റെ അപ്പുറത്തോട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ UAE നാഷണൽസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സൗദി നാഷണൽസ് പറയുന്ന GCCയിലെ ആളുകളാണ് കൈപിടിച്ച് നമ്മളെല്ലാവരും കൊണ്ടുപോവുകയും ഇപ്പോഴത്തെ ഈ ജനറേഷനൊക്കെ മുൻപ് അവരുടെ എംപ്ലോയി ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അവർ തന്ന മലയാളി അല്ലെങ്കിൽ മലബാരി എന്ന് വിളിച്ചിട്ടുള്ള ആളുകൾക്ക് തന്ന സപ്പോർട്ട്, നമ്മളോടുള്ള ഇഷ്ടം, ആ കൂറ് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് നമ്മളെ ഈ വളർച്ചയ്ക്ക് സഹായിച്ചത്. അപ്പോൾ അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ഒരു ദുബായിലെ റൂളിംഗ് ഫാമിലി ആയിട്ടുള്ള ലോക്കലിൻ്റെ പവർ ഓഫ് അറ്റോർണി ഇരിക്കുകയാണ്, 18 വർഷത്തോളമായി. ഷെയ്ഖ് ഫാമിലിയാണ് മെമ്പർ ഓഫ് റൂളിംഗ് ഫാമിലി. അപ്പോൾ അദ്ദേഹം വിശ്വസിച്ച് തന്ന പവർ ഓഫ് അറ്റോർണിയാണ്. അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും പ്രോപ്പർട്ടീസ് സെല് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരുപാട് പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് നാഷണൽസ്. നിങ്ങൾ അവിടെ ദുബായിലൊക്കെ ചെന്ന് ചോദിച്ചാൽ അറിയാൻ സാധിക്കും. എല്ലാ അറബികളും, ഇപ്പോൾ സൗദിയെ സംബന്ധിച്ചിടത്തോളം അറബികളുടെ പേരിൽ 100% ഓണർഷിപ്പിൽ മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. അവരുടെ പേരിൽ ബിസിനസ് ചെയ്തവരെ ഇന്ന് കാണുന്ന ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം കെട്ടിപ്പോക്കിയിട്ടുള്ളത് 100%. പേരിലെണ്ണാവുന്ന മോശം അനുഭവങ്ങൾ ഉണ്ടായവർ പങ്കുവെക്കും, പക്ഷെ പോസിറ്റീവ് സൈഡ് സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ അവർ തന്ന വിശ്വാസ്യത ഞാൻ എൻ്റെ ബ്രദറിനോ സിസ്റ്റർക്കോ കൊടുക്കുമോ ജനറൽ പവർ ഓഫ് അറ്റോർണി? നമ്മൾ ആരെങ്കിലും ഈ സ്വന്തം കമ്പനിയിലുള്ള പാർട്ട്ണർക്ക് ഈ പാർട്ട്ണർ കൊടുക്കൂല. പക്ഷേ UAE നാഷണലും ചെയ്തിരുന്ന വിശ്വാസ്യത ഉണ്ടല്ലോ, അത് വലിയ ഘടകമാണ്. അപ്പോൾ അവരുടെ വിശ്വാസത്തിൽ നിന്നാണ് ഇത്രയും കാലം നമ്മൾ പോയത്. ആ വിശ്വാസം ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഉപയോഗപ്പെടുത്തുന്ന അവരുടെ നാടല്ലേ. അല്ലേ എന്തായാലും ഇതിലൊക്കെ ഒരു എക്സ്പെർട്ട് റിയാസ് ഭായ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് കൊള്ളാം. കാരണം നമുക്ക് നാളെ വന്നിട്ട് അവിടെ ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അഡ്വൈസ് ചെയ്യാനും ലൈസൻസിങ്ങിനും ഒക്കെ റിയാസ് ഭായ് നമ്മളെ സഹായിക്കുന്നു. ഡെഫിനറ്റ്ലി റിയാസ് ഭായിയുടെ കോൺടാക്റ്റ് എല്ലാം ഞാൻ, അതുപോലെ റിലയബിൾ ആയിട്ടുള്ള സ്പോൺസേഴ്സ് വേണമെങ്കിലും റൂളിംഗ് ഫാമിലി ആയിട്ടുള്ള ആളുകൾ ഷെയ്ഖുമാർ സ്പോൺസർ വേണമെങ്കിലൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ആണല്ലേ, നമുക്ക് ഷെയ്ഖിനും വേണം കേട്ടോ. ഇതാ സന്തോഷം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.